1600കളിലും 1900കളിലും ഒക്കെയാണ് ഈ തേനീച്ചകളെ കുറിച്ച് വ്യക്തമായി പഠിച്ചു വരുന്നത് തന്നെ. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ഇതിനെയൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. സുമ്മ കുലി മിൻ കുല്ലി തമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക സുലുല. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീലിംഗ ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുമ്മ കുലി ആൺ ശൈലിയിലല്ല. ആൺ ശൈലിയിലാണെങ്കിൽ സുമ്മ കുൽ അല്ലെങ്കിൽ ആ പറഞ്ഞാൽ മതിയായിരുന്നു. സുമ്മ കുലി മിൻ കുല്ലി തമറാത്തി ഫസ്ലുക അല്ല, ഫസ്ലുക്കി സുബുല റബ്ബിക സുലുല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇതെല്ലാം പെൺ തേനീച്ചകൾക്കുള്ള പ്രത്യേകതകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺ തേനീച്ചകളോടാണ് കൽപ്പിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ചുറ്റും ഒട്ടനേകം ചെറുപ്രാണികളുണ്ട്, പ്രത്യേകിച്ച് തേനീച്ചകൾ. തേനീച്ചയെ കുറിച്ച് പറയുമ്പോൾ നാം കഴിക്കുന്ന സസ്യാഹാരങ്ങളിൽ 90% സസ്യാഹാരങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ അതിനെ പരാഗണത്തിന് സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ്. വിശുദ്ധമായ ഖുർആനിൽ ഈ തേനീച്ചയെ കുറിച്ച് ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. സൂറത്തുൻ നഹ്ൽ. സൂറത്തുൻ നഹ്ലിലെ وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس. ഈ ഒരു രണ്ടായത്ത് വിശുദ്ധമായ ഖുർആനിലെ ഈ ഒരു രണ്ടായത്ത് വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതും തേനീച്ചയെ കുറിച്ച് വളരെയധികം വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഈ ഒരു രണ്ടായത്ത്. വിശുദ്ധമായ ഖുർആനിൽ ലോകത്ത് 3 തരം തേനീച്ചകളാണുള്ളത്. അപിസ് ഇന്ദിക, അപ്പിസ് മെലിഫറ, അപ്പിസ് ഓഡ്രസ്റ്റ എന്നിങ്ങനെ 3 തരം തേനീച്ചകളാണ് നമ്മുടെ ഈ ലോകത്ത് പ്രധാനമായും കണ്ടുവരാറുള്ളത്. ഈ 3 തേനീച്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യമായി പറയുന്നത് അപ്പിസോഡ്രസ്റ്റ എന്ന ഈ തേനീച്ച. സാധാരണ മലകളിൽ മറ്റുമൊക്കെ കൂട് കെട്ടി വരാറുള്ള വലിയിനം തേനീച്ചകൾ. ഇതിനെ വിശുദ്ധമായ ഖുർആനിൽ വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖ്ദി മിനൽ ജിബാലി ബുയൂതൻ, അവരുടെ നാം മലകളിൽ കൂടുകെട്ടാൻ കൽപ്പിച്ചുവെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ അപ്പിസോഡ്രസ്റ്റ എന്ന തേനീച്ചയെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ മലകളിൽ കൂടുകെട്ടാൻ കൽപ്പിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. രണ്ടാമത്തെ തേനീച്ചയാണ് അപ്പിസ് ഇന്ദിക. പൊതുവെ ഇന്ത്യയിലൊക്കെ കണ്ടുവരാറുള്ള ഒരു തേനീച്ച. ഇത് പൊതുവെ മരങ്ങളിലൊക്കെയാണ് കെട്ടി വരാറുള്ളത്. ഇതിനാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിന ശജരി, മരങ്ങളിൽ അവരോട് നാം കൂട് കെട്ടാൻ കൽപ്പിച്ചെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അപ്പിസ് ഇന്ദിക എന്ന തേനീച്ചയെ കുറിച്ചാണ്. മൂന്നാമത്തേതാണ് അപ്പിസ് മെലിഫറ എന്ന തേനീച്ച. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചെറു തേനീച്ച എന്ന് നമുക്ക് വിളിച്ചു വരാം. ഇതിനാണ് വിശുദ്ധമായ ഖുർആനിൽ മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിൽ കൂടി നിർമ്മിക്കാൻ നാം അവരോട് കൽപ്പിച്ചെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് ഈ ചെറു തേനീച്ചയെ കുറിച്ചാണ്. ഈ ഒരു ആയത്തിൽ ഈ ഒരു 3 തേനീച്ചയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, മറ്റൊരു അത്ഭുതം കൂടെ ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്കറിയാം വിശുദ്ധമായ ഖുർആനിൽ മറിയം ബീവിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട് യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർക്കഇ എന്നാണ്. ഒക്കെ ഒരു സ്ത്രീലിംഗ ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുന്നത്. അതേ ശൈലി തന്നെയാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖ്ദി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ പെൺ തേനീച്ചകളാണ് അവിടെ കൂട് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സയൻസ് 1600കളിലും 1900കളിലും ഒക്കെയാണ് ഈ തേനീച്ചകളെ കുറിച്ച് വ്യക്തമായി പഠിച്ചു വരുന്നത് തന്നെ. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ഇതിനെയൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ ഇതിന്റെ ശേഷമുള്ള ആയത്ത് സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക ദുലുല യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ കുലി മിൻ കുല്ലി തമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക ദുലുല. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീലിംഗ ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുമ്മ കുലി ആൺ ശൈലിയിലല്ല. ആൺ ശൈലിയിലാണെങ്കിൽ സുമ്മ കുൽ അല്ലെങ്കിൽ ആ പറഞ്ഞാൽ മതിയായിരുന്നു. സുമ്മ കുലി മിൻ കുല്ലി തമറാത്തി ഫസ്ലുക അല്ല, ഫസ്ലുക്കി സുബുല റബ്ബിക ദുലുല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇതെല്ലാം പെൺ തേനീച്ചകൾക്കുള്ള പ്രത്യേകതകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺ തേനീച്ചകളോടാണ് കൽപ്പിച്ചത്. സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി, എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കാൻ നാം അവരോട് കൽപ്പിച്ചു. ഫസ്ലുക്കി സുബുല റബ്ബിക ദുലുല, നിന്റെ രക്ഷിതാവ് നിനക്ക് ഒരുക്കി തന്ന മാർഗത്തിൽ നിങ്ങൾ വളരെ സുഖകരമായി പ്രവേശിച്ചു കൊള്ളുക. ഫസ്ലുക്കി സുബുല റബ്ബിക ദുലുല. ഈ തേനീച്ചകൾ ഒരു ഭക്ഷണം തേടി പുറത്തു പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു തേനീച്ച ഒരു സെക്കൻഡിൽ 200 തവണ ചിറകടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തേനീച്ച ഒരു ടീസ്പൂൺ തേൻ ശേഖരിക്കാൻ 1600 തവണ കൂട് വിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. 450 ഗ്രാം തേൻ ശേഖരിക്കാൻ ഒരു തേനീച്ച നമ്മുടെ ഈ ഭൂമിയുടെ 1.5 പ്രാവശ്യം ഭൂമിയെ വലയം വെക്കുന്ന അത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം ദൂരം മറ്റുമൊക്കെ സഞ്ചരിച്ചാണ് നമ്മുടെ ഈ തേനീച്ച കുറച്ച് തേൻ കൂട്ടിലെത്തിക്കുന്നത്. പക്ഷെ ഈ തേനീച്ച തേൻ ശേഖരിക്കുന്നത് നേരത്തെ അറിഞ്ഞിട്ടാണ് തേൻ ശേഖരിക്കുന്നത്.
ഈ ഒരു വാക്കിൾ ഡാൻസ് എന്നൊരു ഡാൻസ് തേനീച്ചയുടെ കൂട്ടിൽ ഒരു റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ പ്രത്യേകം ടീം തേനീച്ചകൾക്ക് നേരത്തെ ഒന്ന് അറിയിച്ചു കൊടുക്കും. എന്നാൽ ഇന്ന സ്ഥലത്താണ് ഭക്ഷണമുള്ളത്, ആ ഭക്ഷണത്തിന് ഇത്ര ദൂരമുണ്ട് എന്നൊക്കെ നേരത്തെ തന്നെ ഒരു വാക്കിൾ ഡാൻസിനായിട്ട് ഒരു പ്രത്യേകം റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. അവർ നേരത്തെ വന്ന് കൂട്ടിൽ വന്നിട്ട് എന്നാൽ ഇന്ന സ്ഥലത്താണ് തേനുള്ളത് എന്ന് അറിയിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് കിട്ടിയത് പ്രകാരം മറ്റു തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ പുറത്തു പോകുന്നതാണ്. ഈ ഒരു വാക്കിൾ ഡാൻസിന്റെ പ്രത്യേകത എന്നുള്ളത് ഈ ഒരു വാക്കിൾ ഡാൻസ് ഒരു 8 ആകൃതിയിലാണ്, 8ന്റെ ഒരു ഷേപ്പിലാണ് വാക്കിൾ ഡാൻസ് കളിക്കുക. ഒരു 18 തവണ ഈ ഒരു വാക്കിൾ ഡാൻസ് നീണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 18 അല്ലെങ്കിൽ 1 കിലോമീറ്റർ അകലെയാണ് തേനുള്ള സ്ഥലമെന്ന്. ഇനിയിപ്പോ ഒരു 100 മീറ്റർ പരിധിയിലാണ് തേനുള്ള അല്ലെങ്കിൽ ഭക്ഷണമുള്ള സ്ഥലമെങ്കിൽ അവർ ഒരു വൃത്താകൃതിയിലായിരിക്കും ഈ ഒരു ഡാൻസ് കളിക്കുക. ഈ ഒരു വാക്കിൾ ഡാൻസ് ഫുഡിനെയും കൂടിനെയും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയ കോലത്തിലാണ് ഈ ഒരു വാക്കിൾ ഡാൻസ് എന്നുള്ളത്. വിശുദ്ധമായ ഖുർആനിൽ ഫസ്ലുകി സുബ്ഹാന റബ്ബിക ദുലില്ല, നിന്റെ രക്ഷിതാവ് നിനക്ക് ഒരുക്കി തന്ന മാർഗത്തിൽ നിങ്ങൾ സുഖകരമായി പ്രവേശിച്ചു കൊള്ളുക. തേനീച്ചകൾ ഒട്ടനേകം കിലോമീറ്ററുകൾ തേൻ തേടി പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ അവർ വഴിതെറ്റാതെ കൂട്ടിലേക്ക് വരുന്നു മടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു തേനീച്ച മാക്സിമം കൂടുവിട്ട് 40 കിലോമീറ്ററോളം തേൻ തേടി സഞ്ചരിക്കുന്നുണ്ട് എന്ന് സയൻസിന്റെ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയാണ് വൗഹ ദിവ്യ സന്ദേശം അല്ലെങ്കിൽ ദിവ്യ ബോധനം നാം അവർക്ക് നൽകി എന്നതിന്റെ ഈ ഒരു വൗഹ എന്ന വാക്കിന് പ്രസക്തി നൽകുന്നത്. അവരുടെ ഉദരങ്ങളിൽ നിന്ന് തേൻ അല്ലെങ്കിൽ വ്യത്യസ്ത നിറങ്ങളുള്ള പാനീയങ്ങൾ പുറപ്പെടും. എന്നല്ല പറഞ്ഞത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പെൺ തേനീച്ചകളുടെ ഉദരങ്ങളിൽ നിന്നാണ് ഈ തേൻ പുറത്തു വരുന്നത് എന്നുള്ളത്. വ്യത്യസ്ത കളറുകളിലുള്ള തേനുകൾ പുറത്തു വരുന്നുള്ളത്. ഏകദേശം 300-ൽ പരം ഐറ്റം തേനുകൾ ഈ ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. 300-ൽ പരം വ്യത്യസ്ത കളറുകളുള്ള നിറങ്ങളിലുള്ള പച്ച, ചുവപ്പ് അല്ലെങ്കിൽ ബ്രൗണ്, വെള്ള കളറ്, ഇങ്ങനെ ഒട്ടനേകം തേനുകൾ ഈ ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ മനുഷ്യർക്ക് ശിഫയുണ്ട്. നമുക്ക് അറിയാം, എല്ലാ വൈദ്യശാസ്ത്രവും അംഗീകരിച്ചതാണ് തേൻ ശിഫയുണ്ട് എന്നാണ്. എല്ലാ വൈദ്യശാസ്ത്രവും ഒരുപോലെ അംഗീകരിച്ചതാണ്. 22 ഇനം അമിനോ ആസിഡുകളും 27 ഇനം മൂലകങ്ങളും 5000 എൻസൈമുകളും അടങ്ങിയ ഒരു തേന് ഒട്ടനേകം രോഗങ്ങൾക്ക് ശിഫയാണ്. അവസാനമായി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു കൊച്ചു സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്കും കൈമാറുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.